ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്നത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വീടുകളിൽ കേക്ക് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഇരട്ടി ടേസ്റ്റാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം അതെങ്ങനെയാണെന്നും ആദ്യമായിട്ട് അതിനെന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമെന്ന് ഞാൻ പറയാം. ഇത് തുടക്കക്കാർക്കാണ് കേട്ടോ. ആദ്യമായിട്ട് കേക്ക് ട്രൈ ചെയ്യുന്നവർക്കാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നത്. അങ്ങനെ കേക്കിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു കേക്കിനൊരു അളവ് പാത്രം വേണം കേട്ടോ. കേക്ക് നമുക്ക് 1 കപ്പ് 1/2 കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അളവ് പാത്രങ്ങൾ കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പൊടി അളന്നൊക്കെ എടുക്കുവാണെങ്കിലാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കേണ്ടത് ആ ഒരു അളവ് പാത്രമാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി അത് നല്ല ബ്രാൻഡിൻ്റെ തന്നെ, അതായത് എലൈറ്റിൻ്റെ മൈദയൊക്കെ കുറച്ച് നല്ല ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന സമയത്ത് ആ നല്ല ബ്രാൻഡ് നോക്കി മൈദ വാങ്ങിക്കാനായിട്ടും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വാങ്ങിക്കണം. വിപ്പിംഗ് ക്രീം അതും നല്ല ഫിയോണയുടെ വിപ്പിംഗ് ക്രീം, അതുപോലെ തന്നെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ കേക്കിന്. നമ്മളുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ്. അതും നമ്മൾക്ക് കേക്കുകളുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണം. അതും കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ പറയുന്ന അളവിൽ തന്നെ, അതിന്ന് മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അളവ് പാത്രം വാങ്ങിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഒരു വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ വാനില എസൻസ്. ഞാനൊരു ബേസിക് കേക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ റെഡിയാക്കാമെന്നുള്ള ഒരളവാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടത് വാനില എസൻസും കൂടി നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീടുകളിലുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളുടെ കുക്കറിനകത്ത് വെച്ചും നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കേക്ക് ടിന്ന് വേണമെന്നും യാതൊരു നിർബന്ധവുമില്ല. അതും നമ്മളുടെ വീടുകളിലുള്ള ഏതെങ്കിലും നല്ലൊരു പാത്രം ഉപയോഗിച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം ഇപ്പം ഞാൻ ഇതുപോലെ ഒരു നല്ല വീഡിയോ, കേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോളൂ. പിന്നീട് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലും നമ്മളുടെ കേക്കിന് അത്യാവശ്യമാണ്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമ്മളുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ നമ്മളുടെ കേക്കിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കരുതി വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മുട്ടയും നല്ല പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളുടെ കേക്കിന് നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ നൽകുന്നത് മുട്ടയാണ്. അപ്പം മുട്ടയുടെ കാര്യം ആരും മറക്കണ്ട, മുട്ടയും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ചിലവരൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ ഫ്ലോപ്പ് ആവാറുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന കേക്ക്, അതായത് പ്ലം കേക്ക് അല്ലാത്ത കേക്കുകളൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് വെക്കുന്ന കേക്കുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ടുള്ള പാത്രവും ആ ഒരു ബ്ലേഡും. ഞാനിവിടെ ബ്ലെൻഡർ ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യുന്നത്, ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ഹാൻഡ് വിസ്ക് വെച്ചും ഇത് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ബീറ്റർ തന്നെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വിപ്പിംഗ് ക്രീം നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിക്കുക. പൊടിയേക്കാളും കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളതും കുറച്ച് ടേസ്റ്റായിട്ട് നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വിപ്പിംഗ് ക്രീമുകൾ തന്നെയാണ്. അപ്പോൾ അതായത് ഞാൻ ഫിയോണയുടെയാണ് എടുത്തിരിക്കുന്നത്. പ്യുവർ വെജിറ്റേറിയൻ ആണ്. നല്ല ടേസ്റ്റുള്ളൊരു വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് റിച്ചും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമും എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് അതിലുണ്ടാക്കിയാലും കേക്ക് കഴിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം നിങ്ങൾ സൂക്ഷിക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. നമ്മൾ എപ്പോഴാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അന്ന് നമുക്ക് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ട് നല്ല ലൂസായിട്ട് വരണം ആ വിപ്പിംഗ് ക്രീം.
അതിനുശേഷം വേണം കേട്ടോ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. അപ്പം വിപ്പിംഗ് ക്രീം പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് ഉപയോഗിക്കുവാണെങ്കിൽ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ. ഒട്ടും എയർ കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അടച്ചതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പം ഞാൻ തണുപ്പിച്ച നമ്മളുടെ പാത്രവും ബ്ലേഡും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൽ ഒട്ടും ഈർപ്പം പാടില്ല കേട്ടോ. നമ്മൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈർപ്പം പാടില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇരിക്കണം കണ്ടോ, നല്ല ലൂസായിട്ടിരിക്കണം. അത് നമുക്ക് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ നിങ്ങൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, അതിന് ശേഷം വേണം കേട്ടോ ഹൈ സ്പീഡിലേക്ക് ആക്കി കൊടുക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇതൊരു 2 കിലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് 1 കിലോയുടെ കേക്കൊക്കെ ആണെങ്കിൽ 1.5 കപ്പ് ഒക്കെ മതിയാവും കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. വാനില എസൻസ് അതൊന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചില വിപ്പിംഗ് ക്രീമുകൾക്ക് മധുരമില്ല, ചില വിപ്പിംഗ് ക്രീമുകൾക്ക് മധുരമുണ്ട്. അപ്പോൾ പഞ്ചസാരയും നിങ്ങൾ നോക്കി, വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുക. ഈ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമിന് കുറച്ച് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പം ഇതുപോലെ ആദ്യമേ ലോ സ്പീഡിലിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നമ്മളുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഭയങ്കര നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ ഒന്നൊരു കൺഫ്യൂഷനൊക്കെ വരും. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരത്തില്ല. നല്ല രീതിയിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റായി വരണം കേട്ടോ. കണ്ടോ, ഇതുപോലെ കുറച്ച് സമയം എടുത്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റോട് കൂടി നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി വരും. അത്രയും നേരം നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യമേ ലോ സ്പീഡിലും പിന്നീട് ഹൈ സ്പീഡിലും ഇട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ നല്ല രീതിയിൽ പതഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഹൈ സ്പീഡ് കൊടുക്കരുത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിയിൽ റെഡിയായി കിട്ടും. നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് ടൈറ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് പൊക്കി നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നല്ല പീക്കായിട്ട് വരണം കേട്ടോ. നല്ല പീക്കായിട്ട് വരണം. എന്നാലാണ് നമ്മളുടെ വിപ്പിംഗ് ക്രീം കറക്റ്റ് പാകമാവത്തുള്ളൂ. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കെല്ലാം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ വിപ്പിംഗ് ക്രീം ആ ബ്ലേഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അല്ലേ. അപ്പോൾ അതെടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ബ്ലേഡ് ഇങ്ങനെ അതിനകത്തേക്ക് അങ്ങ് വെച്ച് ഒന്ന് പൊക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ലോ സ്പീഡിലിട്ട് ഇതുപോലെ ഒന്ന് പയ്യെ കറക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം പിടിച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമൊക്കെ ആ ബ്ലേഡിൽ നിന്ന് നല്ല രീതിയിൽ കണ്ടോ ഇപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എത്ര തുടച്ചാലും അല്ലെങ്കിൽ പോകാൻ പാടാണ് കേട്ടോ. ഇത്രയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇനി നമ്മൾ ലെയറായിട്ട് മുറിച്ച് കേക്കുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുമ്പോഴും കണ്ടോ നല്ല പീക്കായിട്ടിരിക്കും കേട്ടോ. പിന്നെ ബീറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെറ്റായിട്ട് വേണം കേട്ടോ വീണ്ടും നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. മറ്റൊരു നല്ല ടിപ്സും നല്ലൊരു വ്ളോഗോ നല്ലൊരു കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.